അദ്ദേഹത്തെ അവർ ദ്രോഹിച്ചു, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ടും അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഖീല ദുഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു ദുഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തിനോട് പറയപ്പെട്ടു. മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണ്. ആ സന്ദർഭത്തിൽ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹത്തോട് സ്വർഗത്തിൽ നിങ്ങൾ കടക്കുക എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, യാ ലൈത ഖൗമി യഅലമൂൻ, ഈ ഒരു അവസ്ഥ എന്റെ സമുദായക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏത് അവസ്ഥയാണ്? ബിമാ ഗഫറ ലി, എനിക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുള്ള അവസ്ഥയെ. 70 വർഷക്കാലം വിഗ്രഹാരാധനയിൽ നടന്നു എന്ന് മാത്രമല്ല, വിഗ്രഹത്തെ കൊത്തിയുണ്ടാക്കാൻ മുന്നിൽ നടന്നിരുന്ന ആളായിരുന്ന ഞാൻ. ആ ദീന് വിശ്വസിച്ച കാരണം ശത്രുക്കളായി ഈ ദീനിൽ വിശ്വസിക്കാത്ത ആളുകൾ അവർ എന്നെ ഉപദ്രവിച്ച് ദ്രോഹിച്ച് കൊല ചെയ്തപ്പോ ഞാൻ മരണപ്പെട്ട സമയത്ത് എന്റെ റഹ്മാനായ അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. ഈ ഒരു രംഗം 70 വർഷത്തോളം അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച് നടന്നിരുന്ന ഞാൻ ഈ സന്ദർഭത്തിൽ ദീനിലേക്ക് കടന്നു വന്നപ്പോ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തന്നല്ലോ. ബിമാ ഗഫറ ലി, എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തന്നതിനെ എന്റെ സമുദായക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ. മാത്രമല്ല വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് പാപങ്ങൾ പുറത്തു എന്ന് മാത്രമല്ല അല്ലാഹു ആദരണീയരുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തു. ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ അവൻ ആക്കുകയും ചെയ്തു. ഈ ഒരു രംഗം എന്റെ സമുദായക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞതാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു.